അപ്പൊ ഞാനും എന്റെ ഫ്രണ്ടും കൂടി കുറെ നാളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു പരിപാടിയായി ഓൾ ഇന്ത്യ ബൈക്ക് ട്രിപ്പ്. ഞാൻ സത്യം പറഞ്ഞ ബൈക്ക് ഓടിക്കാൻ പഠിച്ചിട്ട് കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ. പക്ഷെ എന്തോ ഒരു രസമായി ഓടിക്കുമ്പോ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ എനിക്കും അവനും അതുപോലെ തന്നെ. അപ്പൊ നമ്മൾ എന്തായാലും ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് അങ്ങനെ ഫൈനലി ഞങ്ങൾ ഈ സെപ്റ്റംബർ 1-ാം തീയതി അത് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ബഡ്ജറ്റ് ഒന്നും റെഡി ആയിട്ടല്ല ഈ ട്രിപ്പിന് ഇറങ്ങിയേക്കുന്നത്. കാരണം നമ്മളൊരു പ്ലാൻ വെച്ച് നമ്മൾ ഇത്ര പൈസ ആവുമെന്നൊരു പ്ലാൻ സെറ്റ് ചെയ്ത് പൈസ ആയിട്ട് ഇറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കത്തില്ലെന്ന് മനസ്സിലായി. കാരണം നമ്മൾ പൈസ സേവ് ചെയ്യും, എന്നിട്ട് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അപ്പൊ അത്യാവശ്യം വരുമ്പോൾ നമ്മൾ പൈസ എടുത്ത് ഉപയോഗിക്കും. അങ്ങനെ അത് നടക്കത്തില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങളൊരു ഡേറ്റ് അങ്ങ് ഫിക്സ് ചെയ്തു, സെപ്റ്റംബർ 1. എന്നിട്ട് അന്നേരം എത്ര രൂപ ഉണ്ടോ അതൊന്നും വെച്ച് ഇറങ്ങാൻ, ബാക്കി എന്തായാലും എന്തുവെന്ന് വെച്ച് ചെയ്യാന്നുള്ള രീതിയിൽ ഇറങ്ങിയേക്കും. പൊതുവെ ഓൾ ഇന്ത്യ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പം പ്ലാൻ ചെയ്യുന്ന സമയത്തൊക്കെ സെർച്ച് ചെയ്യുമ്പം എല്ലാവരും പറയുന്നത് നമ്മൾ കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലഡാക്ക് വരെ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു ട്രിപ്പാണ് പറയുന്നത്. ഏകദേശം 3 മാസം കാലയളവുള്ള. പക്ഷെ ഞങ്ങള് അതല്ല ഉദ്ദേശിച്ചത്. ഞങ്ങൾ ഉദ്ദേശിച്ചത് ഫുൾ റൗണ്ട് പോകുന്ന ഒരു ട്രിപ്പാണ്. അതായത് എല്ലാ സ്റ്റേറ്റ്സും കവർ ചെയ്യണമെന്നല്ല, പക്ഷെ നമ്മൾ ഓൾ ഇന്ത്യ തന്നെ കവർ ചെയ്യാനുള്ള ഒരു പ്ലാനായിരുന്നു. അങ്ങനെ ഞങ്ങള് പ്ലാനിട്ട് വന്നപ്പോ 6 മാസമായി ട്രിപ്പ്. അതുകൊണ്ട് ഞങ്ങൾ നിന്നിരുന്ന ജോലിയിൽ അത്ര ലീവ് കിട്ടാത്തതുകൊണ്ട് അത് റിസൈൻ ചെയ്തു. അങ്ങനെ റിസൈൻ ചെയ്തിട്ടാണ് നമ്മളിപ്പം സെപ്റ്റംബർ 1-ാം തീയതി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ബീഹാർ പോകുന്നില്ല, പിന്നെ നോർത്ത് ഈസ്റ്റിലെ കുറച്ച് സ്റ്റേറ്റ്സ് അവോയ്ഡ് ചെയ്തു. മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ, ത്രിപുര. കാരണം അവിടെ ഭയങ്കര ടൈം കൺസ്യൂമിങ്. അതിനായിട്ട് സെപ്പറേറ്റ് ഒരു നോർത്ത് ഈസ്റ്റ് ഇന്ത്യൻ ട്രിപ്പ് നടത്തേണ്ടി വരും. അപ്പൊ അതും നമ്മൾ ഒഴിവാക്കി. അങ്ങനെ പിന്നെ നേപ്പാളും ഭൂട്ടാനും ഇട്ടിട്ടുണ്ട്. ഭൂട്ടാൻ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം അവിടെ വിസ കുറച്ച് നേപ്പാൾ പോലെ അല്ല, വിസ വേണം. ഒരു ഗൈഡ് ത്രൂ നമുക്ക് വിസ എടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ സ്വന്തം ബൈക്കിൽ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയോ കുറെ പെർമിറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അതിനൊക്കെ നല്ല കാശ. നമ്മൾ വഴിയിൽ മുംബൈ വെച്ചിട്ട് മത്സ്യച്ചിക്കട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു പുള്ളിക്കാരനെ കണ്ട്, പുള്ളി പറഞ്ഞത് 30,000 രൂപ എടുപ്പിച്ചൊക്കെ ആവുമെന്ന് പറഞ്ഞു. അപ്പൊ അത്രയും ബഡ്ജറ്റ് നമ്മുടെ കാണുമെന്ന് അറിയത്തില്ല അന്നേരം എടുക്കാൻ. അതുകൊണ്ട് ഭൂട്ടാൻ ട്രിപ്പ് കാണുമെന്ന് അറിയത്തില്ല. അപ്പം 5 to 6 months ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഡ്യൂറേഷൻ. അങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ രണ്ടുപേരുടെയും കയ്യിൽ ആക്ഷൻ ക്യാമറ ഉണ്ട്. അപ്പൊ നമ്മളിത് വാങ്ങിയ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്തായാലും ഇത്രയും വലിയ ട്രിപ്പ് പോകുക, നമ്മുടെ വൺ ഓഫ് ദി ലൈഫിലെ സറിയൽ എക്സ്പീരിയൻസസും എല്ലാം കുറെ സംഭവങ്ങൾ കാണുമെന്നറിയാം ഈ ട്രിപ്പിന്. അപ്പൊ ഇതൊക്കെ കുറച്ചെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് വാങ്ങിയതാ, അല്ലാതെ യൂട്യൂബിൽ ചാനലിൽ വീഡിയോ ഇടണമെന്ന് വെച്ച് വാങ്ങിയതല്ല. അപ്പം വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പന്ത്രണ്ടത്തിന്റെ വീഡിയോ എടുക്കുന്നതൊക്കെ, ഒരു വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞാൽ 5 GB ഒരു എല്ലാം. എന്നുവെച്ചാൽ നമ്മളിപ്പോ ഞാനൊരു അരമണിക്കൂർ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതൊരു 10 GB എടുപ്പിച്ച് തരും. 4K എടുക്കുന്നത് കൊണ്ടാണ്. 4K എടുത്താലേ അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ ഇത് സേവ് ചെയ്യണമെങ്കിൽ നല്ല സ്ഥലം വേണം. അങ്ങനെ ഞാൻ ആ ഒരു ഡ്രൈവ് ഒക്കെ കണ്ടുപിടിച്ചു ഓൺലൈൻ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും അതിനൊക്കെ പൈസ കൊടുക്കണമല്ലോ. അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോഴാണ് ഫ്രീ ആയിട്ടൊരു സൈറ്റിനെ പറ്റി അറിഞ്ഞതല്ല, അറിയാം. പക്ഷെ അങ്ങനെ ആ രീതിയിൽ ചിന്തിച്ചപ്പോഴാണ് ഓർത്ത ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാമല്ലോ എന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇനി തൊട്ട് വീഡിയോസ് എല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. യൂട്യൂബ് ആകുമ്പോഴത്തേനും ഫ്രീ ആയിട്ട് നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. സ്റ്റോറേജ് പോലെ എല്ലാം അവിടെ കിടന്നു. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം ബാക്കിയുള്ളവർക്കും കാണാമല്ലോ, നമ്മുടെ എക്സ്പീരിയൻസസും കാഴ്ചകളൊക്കെ. ഞാൻ കിടന്ന് എന്തെങ്കിലുമൊക്കെ വളവള സംസാരിക്കുന്നതായിരിക്കും ഒരു മോശമായിട്ടുള്ള. അതിനകത്ത് സ്ഥലങ്ങളൊക്കെ നല്ലതായിരിക്കും. എന്തായാലും കുറെ പേര് പോയിട്ടുള്ളതാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ഇതില് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ് റോഡ് റാഷ് രസം. ഈ റാഷ് ഒന്നുമില്ല, റാഷ് ടോക്സും ഇല്ല, റാഷ് ഡ്രൈവിങ്ങും ഇല്ല. റോഡിലുള്ള രസപരിപാടികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനൊന്നും ആരും പ്രതീക്ഷിക്കണ്ട കേട്ടോ, റാഷ് ഡ്രൈവിംഗ് ഒന്നുമില്ല. അപ്പൊ ഇതായിരിക്കും നമ്മുടെ ഈ വീഡിയോ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. കുറെ വീഡിയോസ് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ അപ്ലോഡ് ചെയ്യണം. പതിയെ സമയം കിട്ടുന്നതോടെ ഇങ്ങനെ ഓരോന്ന് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. കുറെ നല്ല വീഡിയോസ് ഉണ്ട്, കുറെ പൊട്ട വീഡിയോസ് ഉണ്ട്. നല്ല വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ, വെറുതെ സ്റ്റോറേജ് കളയണ്ടല്ലോ, ഗൂഗിളിന്റെ ആണേലും. പിന്നെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഞാൻ എൻ്റെ ഇത് മറ്റേ എന്താ പറയുന്നത്, ഹാർഡ്വെയർ യൂസ്ഡ് അതോടെ പറയാം. ബൈക്ക് ഹോണ്ട CB350 ഹൈനസ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹൈനസാ. അതിനകത്താണ് പോകുന്നത്. ഇത് ഏകദേശം 3 വർഷം പഴക്കമുള്ള ബൈക്കാ. കുറച്ച് നാളായി എടുത്തിട്ട്. ഇതിന് ട്രിപ്പിന് വേണ്ടി എടുത്തതല്ല, ഈ ബൈക്ക് എടുത്തിട്ടാണ് ഞാൻ ശരിക്കും വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത് തന്നെ. അതുകൊണ്ട് അത് ബൈക്കിനെ പറ്റിയുള്ളത്.
പിന്നെ എന്റെ ടെയിൽ ബാഗ് മോട്ടോ വൂൾഫ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ 60 ലിറ്ററിന്റെ ടെയിൽ ബാഗാ. സാഡൽ ബാഗ് ഇതിന്റെ റൈനോക്സിന്റെ എനിക്ക് മോഡൽ ഓർമ്മയില്ല. സ്റ്റോം പ്രൂഫോ എന്തോ ഒരു മോഡൽ ഉണ്ടായിരുന്നു. അതാ വാട്ടർ പ്രൂഫാ എന്തായാലും എല്ലാം. അതാണ് സാഡിൽ ബാഗും ഇതും. പിന്നെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. HJGയുടെ ഒരു 2800 3000 രൂപ അങ്ങനത്തെ ആ റേറ്റിൽ വരുന്ന ഒരു ലൈറ്റ്, ഓക്സ് ലൈറ്റ്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന്റെ ലൈറ്റ് ഭയങ്കര മോശമാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി വണ്ടി. പക്ഷെ ഇതിന്റെ ലൈറ്റിനെ പറ്റി കുറ്റം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് മോശമാണ്. രാത്രിയൊക്കെ ഒന്നും കാണത്തില്ല. എന്തിനോ വേണ്ടി ഒരു ലൈറ്റ്. ആ അതാണ് ബൈക്കിനെ പറ്റിയുള്ളത്. പിന്നെ ഞാൻ എൻ്റെ ഫോണിനെ പറ്റി ഒന്നും പറയുന്നില്ല. ഫോണിന്റെ ഹെൽമെറ്റ് ആക്സറിന്റെ 5000 സംതിങ്ങിന്റെ ഒരു ഹെൽമെറ്റാ. അതിനകത്ത് എല്ലാ വേണ്ടുന്ന ഫീച്ചേഴ്സും വരുന്നുണ്ട്. മറ്റേ ഡുവൽ വൈസർ ഉണ്ട്, സൺലൈറ്റ് ഷെയ്ഡ് പോലത്തെ, ഡീറിംഗ് ആണ്, ബ്ലൂടൂത്ത് ഇതും വെച്ചിട്ടുണ്ട്, ഹെഡ്സെറ്റ് ഹെൽമെറ്റിനകത്ത്. പിന്നെ ഞാനൊരു ഹെൽമെറ്റ് മൗണ്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വെച്ചേക്കുന്ന ഈ ക്യാമറ എന്ന് പറയുന്നത് DJയുടെ ഓസ്മോ ആക്ഷൻ 4, ഗോപ്രോ അല്ല. അപ്പം ഇതാ കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി. പിന്നെ കുറച്ച് ഓഫറിനും കിട്ടിയപ്പോൾ വാങ്ങിയതാ. അതിനകത്തൊരു ഫിൽറ്റർ ഇട്ടിട്ടുണ്ട്. ഇത്രയാണ് എൻ്റെ ഗാഡ്ജറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ആക്ച്വലി ഒരു ഡ്രോണും ഉണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല സ്ഥലങ്ങൾ വരുമ്പോൾ ഞാൻ ഡ്രോൺ ഫുട്ടേജസ് എടുക്കാറുണ്ട്. അതെവിടെയെങ്കിലുമൊക്കെ വീഡിയോയിൽ കുത്തി കയറ്റാം പറ്റുന്ന പോലെ. അപ്പൊ അതൊക്കെയാണ് ഹാർഡ്വെയർസ് യൂസ്ഡ്.